ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ LPUP പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാര്യമായിട്ടൊന്നും തന്നെ ഇല്ലായിരുന്നല്ലോ. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വരാനും അതേപോലെ ഷോർട്ട് ലിസ്റ്റ്, പിന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാർത്ത എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജൊക്കെ നമുക്ക് വൈകാതെ വരും എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കി നോക്കാം. LPUP അധ്യാപക നിയമനത്തിനുള്ള ചുരുക്കപ്പട്ടിക തയ്യാറാകുന്നു. പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വൈകാതെ അയക്കുമെന്നാണ് അറിയുന്നത്. ഈ സെപ്റ്റംബർ ഒക്ടോബറിലായിട്ട് ആ ഒരു മെസ്സേജ് വരുമെന്നാണ് പറയുന്നത്. അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഒക്ടോബറിൽ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചേക്കാനുള്ള ഒരുക്കമാണ് നടക്കുന്നത്. പിന്നീട് ഒക്ടോബറിൽ ഷോർട്ട് ലിസ്റ്റൊക്കെ വരും എന്നുള്ളതാണ് പറയുന്നത്. ഓരോ ജില്ലയിലും എത്ര വീതം ഉദ്യോഗാർത്ഥികളെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നതിൽ കഴിഞ്ഞ കമ്മീഷൻ യോഗത്തിൽ തീരുമാനമായി. മുഖ്യ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ എണ്ണമാണ് തീരുമാനിച്ചത്. ആനുപാതികമായി ഉപപട്ടികയും തയ്യാറാക്കും. അതനുസരിച്ച് ജില്ലകൾക്ക് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഡിസംബറിൽ അഭിമുഖം നടത്തി അടുത്ത വർഷം ആദ്യം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാമെന്നാണ് PSCയുടെ പ്രതീക്ഷ. അപ്പോൾ ഡിസംബറിൽ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അടുത്ത വർഷം 2025 ആദ്യം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാം എന്നാണ് നമ്മുടെയൊക്കെ PSC അങ്ങനെയാണ് പുറത്തുവിടുന്നതെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ജൂലൈ 6 നടത്തിയ UP അധ്യാപക പരീക്ഷയ്ക്ക് 92.03% പേർ ഹാജരായതായാണ് വിവരം. അപേക്ഷിച്ചവരിൽ യോഗ്യതയുണ്ടെന്ന് കണ്ടെത്തിയ 1,45,439 പേർക്കാണ് പരീക്ഷാ സൗകര്യം ഒരുക്കിയത്. ഇവരിൽ 1,33,842 പേർ പരീക്ഷ എഴുതി. 11,597 പേരുടെ അപേക്ഷ റദ്ദാക്കി. കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനത്തിലൂടെ 16,655 അപേക്ഷകൾ PSCക്ക് ലഭിച്ചെങ്കിലും അതിൽ 15,557 എണ്ണവും തള്ളിക്കളഞ്ഞു. ഇവർ നിശ്ചിത തീയതിക്കകം യോഗ്യത നേടാത്തവരും ആദ്യ വിജ്ഞാപനത്തിന് യഥാസമയം അപേക്ഷിക്കാത്തവരും ആണെന്നാണ് PSC കണ്ടെത്തിയത്. LP അധ്യാപക പരീക്ഷ ജൂലൈ 20 49,000-ഓളം പേർ പരീക്ഷ എഴുതി. 3 ചോദ്യം ഒഴിവാക്കി 97 മാർക്കിന് മൂല്യനിർണ്ണയം നടത്തി. ഓക്കെ, അപ്പോൾ ഇതിൽ അങ്ങനെയാണ് പറയുന്നത്. എല്ലാവരും UPSA പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യുന്നതെന്നൊന്നും അറിഞ്ഞിട്ടില്ല. HSA ഉള്ളവർ HSAക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അതല്ല LDCക്കാണ് നോക്കുന്നതെങ്കിൽ LDC പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ റിസൾട്ടാണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഇൻ്റർവ്യൂവിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും ആരും വെറുതെ ഒന്നും ഇരിക്കരുത്, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ LDC വരുന്നുണ്ട്. LDC കുറച്ച് എക്സാമുകൾക്ക് കഴിഞ്ഞു, ഇനി എഴുതാനുള്ളവരുണ്ടാവും. അവരൊക്കെ നന്നായിട്ട് തന്നെ നോക്കുക. ഇതേപോലെ ഇൻ്റർവ്യൂ ബാച്ചിന് വേണ്ടിയിട്ടുള്ള പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. എത്ര പേര് അതിന് ജോയിൻ ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. നമുക്ക് ഒരുമിച്ചാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ അതിന് ശേഷം ആരുടെ ഒരു വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇൻ്റർവ്യൂസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് പങ്കുവെച്ചിട്ട് പോവാം. പിന്നെ അടുത്ത LPUP ബാച്ചസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരീക്ഷ നിരാശയാണ് നൽകിയതെങ്കിൽ ഒരിക്കലും പിന്നോട്ട് പോകരുത്. വെച്ച കാലം മുന്നോട്ട് തന്നെ വെക്കുക. ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എപ്പോൾ നമ്മുടെ കയ്യിൽ ആ ലെറ്റർ കിട്ടുന്നോ, അല്ലെങ്കിൽ നമ്മൾ എന്ന് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നോ, എന്ന് നമ്മൾ ആ സ്കൂളിൽ സൈൻ ചെയ്യുന്നോ, അന്ന് മാത്രമേ നമ്മുടെ പഠനം, ഈ ഒരു PSC പഠനം നിർത്താൻ പാടുള്ളൂ. അല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ലൈഫ് ലോങ് ഒരു സ്റ്റുഡൻ്റായിട്ട് ഇരിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ ഭാഗ്യമൊന്നുമില്ല. എപ്പോഴും ഓരോ അറിവുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുക, അറിവുകൾ നേടിക്കൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. ഒന്നും എവിടെയും നിർത്തരുത്, അവസാനിപ്പിക്കരുത്. എപ്പോഴും എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ആ ഒരു പരീക്ഷയ്ക്ക് ശേഷം പലതും പഠിക്കാൻ മടിയുള്ളവരൊക്കെ കേട്ടു. അതൊന്നും വേണ്ട. നമുക്ക് എന്താണോ അർഹതപ്പെട്ടത് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.